ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അപ്പൊ അവരുടെ സ്കിൻ എങ്ങനെയാണ് ഓയിലി ആവുന്നത്, എന്തുകൊണ്ട് ഓയിലി ആവുന്നു, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നല്ലത്, മാത്രമല്ല നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ലതെന്നൊക്കെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ആക്ച്വലി ഒരു അപ്ഡേറ്റഡ് ഓയിലി സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ആണ്. അതിനു മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാ എന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പോയി കണ്ടുപിടിക്കുക. ഞാൻ ഐക്കാർഡ് ഇവിടെ കൊടുത്തേക്കാം, എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ഇനി ഞാൻ അപ്ഗ്രേഡഡ് ഓയിലി സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് 1 year മുന്നേ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഓയിലി സ്കിൻ കെയറുടെ റുട്ടീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വർഷമായി. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഇൻഫർമേഷൻ വന്നു, പിന്നെ കുറച്ചും കൂടെയൊക്കെ അപ്ഗ്രേഡഡ് ആയി, കുറച്ചും കൂടെയൊക്കെ സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വന്നില്ല. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് ആണ് ഈ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ട ആൾക്കാർ ഈ വീഡിയോ കണ്ട കുറച്ചും കൂടെ പുതിയ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. പക്ഷെ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഓയിലി ആവുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഓയിൽ വേണം, എന്നാല് നാച്ചുറൽ ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ സ്കിന്നിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് നാച്ചുറൽ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയിസ്ചറൈസേഷൻ ആണ് ഈ സെബം തരുന്നത്. സെബം എന്ന് പറയുന്നത് ഒരുപാട് ഓയിൽസിനെ വെച്ചിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. ഈ സെബം ഉണ്ടാക്കുന്നത് സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നാണ്. ഇത് എവിടെ ഈ ഗ്ലാൻഡ് കാണും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഹെയർ ഫോളിക്കിൾസ് ഇല്ലേ, അതിന്റെ കൂടെയാണ് ഈ സെബം സെബേഷ്യസ് ഗ്ലാൻഡ് കാണുന്നത്. ഈ ഗ്ലാൻഡ് ആണ് നമ്മുടെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ ഉള്ള ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർക്കുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് എക്സ്ട്രാ വർക്കിംഗ് ആണ്, ഓവർ സ്മാർട്ട് ആണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് അധികം സെബം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ സർഫസിൽ വരികയും അത് ഓവറായിട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കുകയും ചെയ്യും. അതിന് പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന് ചിലപ്പോൾ ഒരു ചിന്ത പോവും, നമ്മുടെ സ്കിൻ ഇനഫ് ഹൈഡ്രേഷൻ വരുന്നില്ല, ഹൈഡ്രേഷൻ ഇല്ല എന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഇവർ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങും. അത് കാരണം നമ്മുടെ ഫേസ് കൂടുതലായിട്ട് ഓയിലി ആവുന്നത്. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യമായിട്ട് ഓയിലി സ്കിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓയിലി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കാരണം നമ്മുടെ സ്കിന്നൊന്ന് ഓയിലി ആവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നെന്ന് വെച്ചാൽ നമുക്ക് ഹോർമോൺസിന്റെ ചേഞ്ചസ് കാരണം ഓയിലി സ്കിൻ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നോർമലി നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് കാരണം, അതല്ല നമ്മൾ ആണിനെയും പെണ്ണിനെയും കൂടെ സെപ്പറേറ്റ് എടുത്താൽ ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കൂടുതലാവും. അപ്പൊ അവർക്ക് കുറച്ച് ഓയിലി സ്കിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഗേൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതായത് നമ്മൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സിലുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ച് ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ നടത്തും. അതുകൂടാതെ നമ്മൾ ഈ ടീനേജർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓയിലി സ്കിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ പീരിയഡ്സിന്റെ ടൈമിൽ ആദ്യ തുടക്കത്തിന്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഓയിൽനെസ് നമ്മുടെ ഫേസിൽ തോന്നില്ലേ, അതൊരു റീസൺ ആണ്. പിന്നെ നമ്മൾ ഓയിൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഓയിലി സ്കിൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഓയിലി സ്കിൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ മെനോപാസിന്റെ ടൈമിൽ നമുക്ക് ഓയിൽനെസ് ഫേസിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഫേസ് എക്സ്ട്രീംലി ഓയിലി ആവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും ഒരുപോലെ ആയിട്ട് ഇരിക്കണം എന്നില്ല. പ്രോമിനന്റ് ആയിട്ട് ഇപ്പോൾ ഒരു സ്കിൻ ടൈപ്പ് ഉണ്ടെങ്കിലും കാലാവസ്ഥയ്ക്കും നമ്മുടെ ആഹാര രീതിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഓയിലി ആവുന്നതും ചില സമയത്ത് നിങ്ങളുടെ സ്കിൻ നോർമൽ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഓയിലി സ്കിൻ കെയർ ചെയ്യാറുള്ള കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്കുകളെ പറ്റി പറയാം. ഓയിലി സ്കിൻ കെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മുഖം ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. എന്റെ ടീനേജറിന്റെ ടൈമിൽ എനിക്ക് ഭയങ്കര ഓയിലി സ്കിൻ ആയിരുന്നു. അപ്പൊ എന്റെ കോമ്പിനേഷനായി ഇപ്പൊ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പൊ ഓയിലി സ്കിൻ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മുഖത്ത് എണ്ണമയം തോന്നും, നമ്മൾ കൂടെ പോയി മുഖം കഴുകും. ആഹാരം കഴിച്ചു കഴിഞ്ഞ് വാ കഴുകുമ്പോൾ ഒരു മുഖം കഴുകലുണ്ടാവും. രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ പോയി നമ്മളൊരു മുഖം കഴുകും. അങ്ങനെ നമ്മളൊരു നമ്പർ ഓഫ് ടൈംസ് ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്തില്ലെങ്കിലും ഫേസിൽ അധികം ഓയിൽനെസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ പോയി ഫേസ് വാഷ് ചെയ്യും. ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നിൽ ഓയിലിന് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഉള്ള ഓയിൽ നമ്മൾ വീണ്ടും കഴുകി കളയുമ്പോഴത്തേക്ക് വീണ്ടും നേരത്തെ ഉണ്ടാക്കിയ കുറച്ചും കൂടി ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അതുകൊണ്ട് നമ്മൾ മാക്സിമം 2 പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടെങ്കിലും ഫേസ് വാഷ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് നേരത്തെ പറഞ്ഞ് കുറച്ച് നേരത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യരുതെന്ന്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഹെവി വർക്കൗട്ട് ചെയ്ത് വിയർത്ത് കുളിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരുപാട്
ഓയിൽനെസ് തോന്നും. അപ്പൊ ആ സമയത്ത് നമ്മൾ വെറുതെ വെള്ളം കൊണ്ടൊന്ന് സ്പ്ലാഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഓയിലി സ്കിൻകാർ ആക്നെ പ്രോൺ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ മോക്കുരു വരാതിരിക്കാനും നമ്മുടെ പോസ് ക്ലോഗ് ആവാതിരിക്കാനും ആ അഴുക്കിനെ കഴുകിക്കളയും നല്ലതാണ്. അത് വെറുതെ ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. മോർണിംഗും നൈറ്റും മസ്റ്റ് ആയിട്ടും ഒരു ഫേസ് വാഷ് വെച്ച് ഫേസ് കഴുകുന്നതാണ് നല്ലത്. അടുത്തത് നിങ്ങൾ ചെയ്യാറുള്ള തെറ്റെന്ന് വെച്ചാൽ ഓൾറെഡി ഓയിലി സ്കിൻ അല്ലേ, അപ്പൊ എനിക്ക് മോയിസ്ചറൈസറിന്റെ ആവശ്യം ഉണ്ടോന്ന് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അവിടെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷന്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ജെൽ ടൈപ്പ് ഹൈഡ്രേഷൻ ആണ് നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ ഉണ്ട്, മോയിസ്ചറൈസേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവർ ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ നടത്തത്തില്ല. അങ്ങനെ നമുക്ക് ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മോയിസ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ വരും, ഓയിൽ വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. പക്ഷെ അത് എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലായില്ലേ? ഇനി ഓയിലി സ്കിൻകാർക്കുള്ള കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ കുറച്ച് ചീത്ത കാര്യങ്ങളുണ്ട് അവരുടെ സ്കിൻ. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓയിലി സ്കിൻകാർക്കുള്ള ഏറ്റവും വലിയ പ്രോസ്, അതായത് അവർക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അവരെപ്പോഴും യങ് ലുക്കിംഗ് ആയിരിക്കും. കാര്യം നമ്മുടെ സ്കിന്നിന് നറിഷ്മെന്റ് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നും ഇല്ലാണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും കാണുന്നത് ഏജ് തോന്നിക്കത്തില്ല. അതാണ് ഓയിലി സ്കിൻകാർക്കുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പക്ഷേ ഓയിൽനെസ് കൂടുതലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഓയിൽ കൺട്രോൾ ചെയ്യാതിരുന്നാൽ ഈ ഭയങ്കര ഗ്ലോസി അപ്പിയറൻസ്, ഗ്ലാസ് സ്കിൻ ഫേക്ക് എഫക്റ്റ് ഒക്കെ നമുക്കൊരു ഓയിലി സ്കിൻകാർക്ക് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ അവർക്കൊരു ഡീമെറിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിൽനെസ് കൂടുതൽ കാരണം നമ്മുടെ പോസ് ഭയങ്കര പ്രോമിനന്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോസിനകത്ത് ഈ ഓയിൽ കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഗ്രോത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് പിമ്പിൾസ് അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അല്ലാണ്ട് മറ്റുള്ള ആക്നെ, അതായത് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇപ്പൊ അല്ലെങ്കിൽ സെബേഷ്യസ് ഫിലമെന്റ്, ഇതൊക്കെ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഓയിൽനെസിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഭയങ്കര ഓവർ ഗ്രീസി ആവാനും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഫേസിന്റെ ഒരു ബ്രൈറ്റ്നെസ് ഇല്ല അത് കുറച്ച് ഡൾ ആവാനും ഒക്കെ ഓയിലിന് കാരണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് ഓയിലിന്റെ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുക, അതായത് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇനി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം എന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, അത് എന്തുകൊണ്ടാണ് ആ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 5 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് റെറ്റിനോൾ, രണ്ടാമത്തത് സാലിസിലിക് ആസിഡ്, മൂന്നാമത്തെ ബെൻസോൾ പെറോക്സൈഡ്, നാലാമത്തെ നിയാസിനമൈഡ്, അഞ്ചാമത്തെ ഹൈൽഡ്രോണിക് ആസിഡ്. ഇതിനകത്ത് റെറ്റിനോളിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് 24 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മളൊന്ന് മെച്ചുവേർഡ് സ്കിന്നിനാണ് എപ്പോഴും നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 24 വയസ്സിനൊക്കെ എബോ അല്ലെങ്കിൽ അതിനൊക്കെ 25 മിഡ് 20s റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മുടെ സ്കിൻ ഇനഫ് മെച്ചുവേർഡ് ആവത്തുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് 24 ഏജിന് എബോ വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അതിന് താഴോട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിനെ കണ്ടിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത് റെറ്റിനോൾ എങ്ങനെ ഓയിലി സ്കിൻകാർക്ക് ബെനിഫിറ്റ് ആവുന്നു എന്ന് നോക്കിയാൽ റെറ്റിനോൾ ഫസ്റ്റ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് റെറ്റിനോൾ നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടും. അത് കാരണം നമ്മുടെ ഈ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് എക്സ്ഫോളിയേറ്റ് ആയിട്ട് കാരണം ഒരുപാട് പുതിയ പുതിയ സെല്ല് വരെയല്ലേ, അപ്പൊ പുറത്തുള്ള ഡെഡ് സ്കിൻസ് പെട്ടെന്ന് എക്സ്ഫോളിയേറ്റ് ആയിട്ട് പോകും. അത് കൂടാതെ തന്നെ നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് ഒന്ന് മിനിമൈസ് ചെയ്യാനും റെറ്റിനോളിന് പറ്റും. രണ്ടാമതാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്, അതായത് ഓയിലിനെ ഇഷ്ടപ്പെടുന്ന ആസിഡ് ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ എവിടെ ഓയിൽ ഉണ്ടെങ്കിലും ഇത് പോയി പിടിക്കും. അത് കാരണം നമ്മുടെ ഓയിലി സ്കിൻകാരുടെ പോസിന് ഡീപ്പായിട്ട് ഇറങ്ങി ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഈ സാലിസിലിക് ആസിഡ് നിങ്ങൾ പല ഫോംസിൽ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് വാഷ് ആയിട്ടും മോയിസ്ചറൈസർ ആയിട്ടും സെറം ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ ഫോമിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പൊ നിങ്ങൾ അല്ലാണ്ട് നിങ്ങൾ സെറത്തിന്റെയോ മോയിസ്ചറൈസറിന്റെ ഫോമിൽ യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ സ്കിൻ അത്രയും ഇതിനെ ടോളറേറ്റ് ചെയ്യണം എന്നില്ല. അടുത്ത മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ബെൻസോൾ പെറോക്സൈഡ്. ബെൻസോൾ പെറോക്സൈഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും എന്നുള്ളത് ഒരു ഫാക്ടർ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ബെൻസോൾ പെറോക്സൈഡ്. ഇതൊരു ആന്റി ബാക്ടീരിയൽ ആണ്, അതായത് നമ്മുടെ പോസിലൊക്കെ പിമ്പിൾസ് ഉണ്ടാക്കാനുള്ള ബാക്ടീരിയ ഇല്ലേ അതിനെ നല്ല ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് നശിപ്പിച്ച് കളയാനായിട്ട് ഈ ബെൻസോൾ പെറോക്സൈഡിന് പറ്റും. ബെൻസോൾ പെറോക്സൈഡ് മെയിൻലി 2 ഫോമിലാണ് കിട്ടുന്നത്, വാഷിന്റെ രൂപത്തിലും അതല്ലെങ്കിൽ ജെല്ലിന്റെ ഫോമിലും കിട്ടും. ഇപ്പൊ നിങ്ങൾ കുറച്ച് ഡാർക്ക് സ്കിൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ബെൻസോൾ പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.
ഉപയോഗിക്കണം. കാരണം ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ ബെൻസോയിൽ പെറോക്സൈഡിന് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെൻസോയിൽ പെറോക്സൈഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ, അതായത് കോജിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂടെ ഉപയോഗിക്കുന്നത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് ബെൻസോയിൽ പെറോക്സൈഡ്. അടുത്താണ് നയാസിനമൈഡ്. നയാസിനമൈഡ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ 3 ഇൻഗ്രീഡിയന്റ് എപ്പോഴും നമ്മുടെ സ്കിന്നെ ഡ്രൈ ഔട്ട് ആക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനെ ഒന്ന് മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. മാത്രമല്ല നമ്മുടെ പോസിന്റെ അപ്പിയറൻസിനെ ഒന്ന് മിനിമൈസ് ചെയ്യാനും നയാസിനമൈഡിന് പറ്റും. ഈവൻ ദോ അതൊരു ഒറ്റയ്ക്ക് അതിനൊരു പണിയും ഇല്ല എന്നുണ്ടെങ്കിലും പക്ഷെ അതുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. എന്ന് വെച്ചാല് ഇപ്പൊ കരിവേപ്പില കഴിക്കുമെന്ന് ചോദിച്ചാൽ ടേസ്റ്റിന് നല്ലതാണ്, പക്ഷെ നമ്മൾ എടുത്ത് മാറ്റി വെക്കാല്ലേ, അങ്ങനത്തെ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈ നിയാസിനമൈഡ്. ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമില്ല, പക്ഷെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓയിലി സ്കിൻ കെയറുകാരുടെ വീഡിയോയിൽ ഞാൻ നിയാസിനമൈഡ് എപ്പോഴും പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഹൈഡ്രേറ്റിംഗ് ഫാക്ടേഴ്സ് വേണം, എന്നാൽ അത് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിന് ഓയിലിനെസ് ആക്കാനും പാടില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നയാസിനമൈഡ് ആണ്. ഹൈൽഡ്രോണിക് ആസിഡ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ഇനി എന്തിനാ ഈ ഓയിലി സ്കിൻകാർക്ക് ഹൈൽഡ്രോണിക് ആസിഡ് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്കിന്നിന് ഇനഫ് നറിഷ്മെന്റ് അല്ലെങ്കിൽ മോയിസ്ചറൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൈൽഡ്രോണിക് ആസിഡ് മോയിസ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ കിട്ടും, ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാനും പോണില്ല. പിന്നെ നയാസിനമൈഡിന് വേറൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ സെറമൈഡ്സ് ആണ്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ സെറമൈഡ് ഉണ്ട്. ഈ നയാസിനമൈഡ് ആ നാച്ചുറൽ സെറമൈഡിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്റെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാനായിട്ടാണ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നയാസിനമൈഡും ഹൈഡ്രോണിക് ആസിഡും പോലെ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോക്ക് നമുക്ക് കിട്ടും. അത് കാരണം നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് പണിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാം. ഞാനൊരു 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ ഒന്നും ഞാൻ പറയത്തില്ല, ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഒരു ഫേസ് വാഷ്, ഒരു സെറം, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് മോർണിംഗും നൈറ്റിലും ഉള്ളത് പറഞ്ഞുതരാം, സെപ്പറേറ്റ് ചെയ്തേനെ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ വേണ്ടത് ഫേസ് വാഷ്. ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറെയുള്ള സെറത്തിലോട്ട് ആ ഓയിൽ ഡ്രൈനെസ് നമുക്ക് ഓയിൽനെസ് കൺട്രോൾ ചെയ്യുന്നത് സെറത്തിലോട്ട് വെക്കാം. എന്നാൽ ഓവറായിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനും പോണില്ല. അപ്പൊ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം വേറൊന്നിലും നമുക്ക് ആ ഒരു ഫേസ് വാഷിന്റെ എഫക്ട് കിട്ടത്തില്ല. നിയാസിനമൈഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് അവർ നിയാസിനമൈഡ് എന്ന് പറയണ്ടെങ്കിൽ അതിനകത്ത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് അത് ആ ആക്റ്റീവ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. സോ ഫസ്റ്റ് നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, രണ്ടാമത്തേന്ന് വെച്ചാൽ ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മൂന്നാമത്തെ ഫോക്സ്റ്റെയിലിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, നാലാമത്തെ ആഗ്നെ സ്ക്വാഡിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അഞ്ചാമത്തേന്ന് വെച്ചാല് നമ്മുടെ ഗ്യാബിറ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ആറാമത്തേന്ന് വെച്ചാൽ പ്ലമ്മിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഏഴാമത്തേന്ന് വെച്ചാൽ കോസറെക്സിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, എട്ടാമത്തേന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഒമ്പതാമത്തേന്ന് വെച്ചാല് ഡെർമാടച്ചിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, പത്താമത്തേന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ത്തിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, 11ാമത്തേന്ന് വെച്ചാല് നമ്മുടെ ബി ബോഡി വേസിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, പിന്നെ 12ാമത്തേന്ന് വെച്ചാൽ സാലിക് ഡി സി എന്ന് പറഞ്ഞ് ഫാർമസിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്. ഇനി നിങ്ങളുടെ നല്ല എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോമിംഗ് ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ പറ്റിയ രണ്ടെണ്ണം എന്ന് വെച്ചാൽ പ്ലമ്മിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും അതുപോലെ തന്നെ നമ്മുടെ ഡെർമക്കോയുടെ ഫോമിംഗ് ഫേസ് വാഷും നല്ലൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ബോഡി വേസിന്റെ ബെൻസോയിൽ പെറോക്സൈഡ് ഫേസ് വാഷും ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് നയാസിനമൈഡ് സിറം. നയാസിനമൈഡ് സിറം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഫസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് നയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും 10% യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഇറിറ്റേഷൻ വന്നത്. അപ്പൊ അതിനേക്കാളും ബെസ്റ്റ് നമ്മൾ 5% സ്റ്റാർട്ട് ചെയ്ത് ഒരു ബോട്ടിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം 10 യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ 5 കുറച്ച് റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ മിനിമലിസ്റ്റിലുണ്ട് 5%, അതുപോലെ ഡെർമക്കോയിലുണ്ട്, സുഗന്ധയിലുണ്ട്, ഫോക്സ്റ്റെയിലുണ്ട്, റിക്വലിലുണ്ട് 5%, പ്ലമ്മിലുണ്ട്, കോൺഷ്യസ് കെമിസ്ട്രിയിലുണ്ട്, ബി ബോഡി വൈസിലുണ്ട്, പിൽഗ്രിമിലുണ്ട്, പിന്നെ നമ്മുടെ ഫിക്സ് ഡെർമയിലും 5% നയാസിനമൈഡ് സിറം ഉണ്ട്. ഇനി നമുക്ക് 10%ലോട്ട് പോവാം. മിനിമലിസ്റ്റിലുണ്ട് 10% നയാസിനമൈഡ്, ബി ബോഡി വൈസിലുണ്ട്,
ഡെർമക്കോയിൽ ഉണ്ട് 10%, പ്ലമ്മിലുണ്ട് 10% നയാസിനമൈഡ്, സിമ്പിളിൽ ഉണ്ട് 10% നയാസിനമൈഡ്, സുഗന്ധയിലുണ്ട് 10% നയാസിനമൈഡ്, ഓർഡിനറിയിലുണ്ട്, റിവീലയിലുണ്ട്, പിന്നെ നമ്മുടെ പിൽഗ്രിമിലും ഉണ്ട് 10% നയാസിനമൈഡ്. പിന്നെ ലാസ്റ്റ് ത്രിതത്തിലുണ്ട് 10% നയാസിനമൈഡ് സെറം. ഇനി മോയിസ്ചറൈസേഴ്സിലോട്ട് പോവാം. മോയിസ്ചറൈസേഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൈൽഡ്രോണിക് ആസിഡ് ഉള്ള മോയിസ്ചറൈസർ, ഒന്ന് സാധാരണ ജെൽ ബേസ്ഡ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഓയിലി സ്കിൻകാർക്കുള്ള മോയിസ്ചറൈസേഴ്സ്. നമുക്ക് ഹൈൽഡ്രോണിക് ആസിഡിലുള്ള മോയിസ്ചറൈസേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഇത് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രിജീനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ്. രണ്ടെന്ന് വെച്ചാൽ ഫോർമുല റെക്സിന്റെ മലാക്സിയ എന്ന് പറയുന്ന റേഞ്ചിലുള്ള ഒരു മോയിസ്ചറൈസർ ഉണ്ട്. മൂന്നാമത്തേന്ന് വെച്ചാൽ വിത്തിൻ ബ്യൂട്ടിയുടെ ബാരിയർ റീസ്റ്റോർ മോയിസ്ചറൈസർ ഉണ്ട്. നാലാമത്തേന്ന് വെച്ചാൽ ഗാബിറ്റിന്റെ സെറമൈഡ് ആൻഡ് ഹൈൽഡ്രോണിക് ആസിഡ് ഫേസ് മോയിസ്ചറൈസർ ഉണ്ട്. അഞ്ചാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡോട്ടാൻകിയുടെ 72 hour മോയിസ്ചറൈസർ ഉണ്ട്. ആറാമത്തേന്ന് വെച്ചാൽ നമ്മുടെ കോസറെക്സിന്റെ ഹൈൽഡ്രോണിക് ആസിഡ് ഒരു ക്രീം ടൈപ്പ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. എട്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഓർഡിനറിയുടെ ഹൈൽഡ്രോണിക് ആസിഡ് ഫേസ് മോയിസ്ചറൈസർ ഉണ്ട്. മൂഡിയുടെ 70യുടെ ഒരു മോയിസ്ചറൈസർ ഉണ്ട്. കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നല്ലൊരു സാധനമാണ്. പിന്നെ ഏറ്റവും അവസാനത്തത് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ. ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് ചിലപ്പോ നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സ്യൂട്ട് ആവണം എന്നില്ല, ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും. പക്ഷെ സ്യൂട്ട് ആവുന്നവർക്ക് ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ്. അടുത്തത് ഹൈൽഡ്രോണിക് ആസിഡ് ഇല്ലാത്ത എന്നാൽ ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോയിസ്ചറൈസേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ B5 10% വിറ്റാമിൻ B5 ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ, പിന്നെ നമ്മുടെ ഫോക്സ്ടെയിലിന്റെ ജെൽ മോയിസ്ചറൈസർ ബ്ലൂ ബോട്ടിലാണ്, പക്ഷെ ഹൈൽഡ്രോണിക് ആസിഡ് ഉള്ളതല്ല, പക്ഷെ നല്ല സാധനമാണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ പ്ലമ്മിന്റെ 2% നയാസിനമൈഡ് മോയിസ്ചറൈസർ. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സിക്കാൻ നിയാസിനമൈഡ് ഫേസ് മോയിസ്ചറൈസർ. അടുത്തെന്ന് വെച്ചാൽ സെബാമെഡിന്റെ ഫേസ് മോയിസ്ചറൈസർ ഓയിൽ ഫ്രീ ഉണ്ട്. റിക്വലിന്റെ മാറ്റ് മോയിസ്ചറൈസർ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് വെച്ചാൽ സിമ്പിളിന്റെ വാട്ടർ ബൂസ്റ്റ്. അപ്പൊ ഇത്രയാണ് ഓയിൽ ഫ്രീ ആണ്, പക്ഷെ ഹൈൽഡ്രോണിക് ആസിഡ് ഇല്ല, എന്നാൽ ഓയിൽ ഫ്രീ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോയിസ്ചറൈസർ. അടുത്തത് ഒരു നൈറ്റ് സെറം ആണ്, അതായത് രാത്രി മാത്രമേ യൂസ് ചെയ്യേണ്ടത്. അത് അവിടെയാണ് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്. റെറ്റിനോൾ 24 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആഴ്ചയിൽ 3 to 4 days മാത്രം യൂസ് ചെയ്താൽ മതി. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. സൺസ്ക്രീൻ ഏത് വേണമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നൈറ്റ് മാത്രം യൂസ് ചെയ്യാനുള്ള സെറമാണ് റെറ്റിനോൾ. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആദ്യത്തെ 2-3 മാസം നിങ്ങൾക്ക് 2-3 മാസം അല്ലെങ്കിൽ 2-3 ആഴ്ചയെങ്കിലും സാൻഡ്വിച്ച് മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാം. അതായത് ഒന്നുകിൽ നിങ്ങളുടെ മോയിസ്ചറൈസർ ഫേസ് വാഷ് കഴിഞ്ഞ് മോയിസ്ചറൈസർ ഇട്ടതിന് ശേഷം റെറ്റിനോൾ, വീണ്ടും മോയിസ്ചറൈസർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ട് റെറ്റിനോൾ മോയിസ്ചറൈസർ, ഏതിന്റെ കൂടെ നമുക്ക് ഈ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാൻ കേട്ടോ. ഇനി ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് റെറ്റിനോൾ സെറംസ് നോക്കാം. ഒന്നെന്ന് വെച്ചാൽ റിക്വലിന്റെ റെറ്റിനോൾ സെറം, രണ്ടെന്ന് വെച്ചാൽ ഫോർമുല റെക്സിന്റെ റെറ്റിനോൾ സെറം, മൂന്നെന്ന് വെച്ചാൽ ഫോക്സ്ടെയിലിന്റെ റെറ്റിനോൾ സെറം, നാലെന്ന് വെച്ചാൽ ഡെർമക്കോയുടെ റെറ്റിനോൾ സെറം, അഞ്ചെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിന്റെ റെറ്റിനോൾ സെറം. ഇത് ബിഗിനേഴ്സിന് പറ്റിയതാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെറ്റിനോൾ സെറം ഏതൊക്കെയാന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ റെറ്റിനോൾ സെറം, ദ ഓർഡിനറിയുടെ റെറ്റിനോൾ സെറം, പ്യൂർ ബബിളിന്റെ റെറ്റിനോൾ സെറം, ആക്നെ സ്ക്വാഡിന്റെ റെറ്റിനോൾ സെറം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ട് 1%ലേക്ക് നോക്കുകയാണെങ്കിൽ ഓർഡിനറിയിലുണ്ട്, അതുപോലെ തന്നെ മിനിമലിസ്റ്റിലുണ്ട്, പ്ലമ്മിലും ഉണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീനിലോട്ട് പോകാം. സൺസ്ക്രീനിൽ നല്ലതെന്ന് വെച്ചാൽ ഒന്നുകിൽ ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ മാറ്റിഫൈഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അതിനകത്ത് ആക്നെ UV സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഫിക്സ്ഡെർമയുടെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷെയ്ത്തിന്റെ സിൻഡെല്ല സൺസ്ക്രീൻ ഉണ്ട്, നാസിനമൈഡും കൂടെ ഉള്ളത്. പിന്നെ ഡെർമക്കോയുടെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഫോർമുല റെക്സിന്റെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ അക്വലോജിക്കയുടെ സൺസ്ക്രീനുകൾ എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ വിഷ് കെയറിന്റെ ജെൽ സൺസ്ക്രീനും അതുപോലെ തന്നെ അവരുടെ നിയാസിനമൈഡ് സൺസ്ക്രീൻ ഉണ്ട്, ഒരു ബ്ലൂ ബോട്ടിൽ, അതും നല്ലൊരു ഓപ്ഷനാണ്. നൈറ്റിൽ ഒരു ഡബിൾ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നൈറ്റിൽ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ, പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാമും അല്ലെങ്കിൽ പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാമും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ സ്കിൻ ഫേസ് വാഷ് പോയിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. അപ്പൊ അതാണ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ. രാവിലെ ഫേസ് വാഷ് ചെയ്യുക, നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുക, മോയിസ്ചറൈസർ സൺസ്ക്രീൻ, നൈറ്റിലോട്ട് വരുമ്പോൾ ഫേസ് വാഷ്, റെറ്റിനോൾ, നിയാസിനമൈഡ്, മോയിസ്ചറൈസർ.
ഇങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതുപോലത്തെ ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷനായിട്ട് ഫോളോയിങ് വീക്സിൽ വരുന്നതാണ്. ട്യൂസ്ഡേയിൽ Q&A മറക്കുകയും വേണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.